രാജ്യത്തെ തൊഴിൽ ശക്തിയും തൊഴിൽ രഹിതരും നേരിടുന്ന പ്രശ്നങ്ങൾ അനാവരണം ചെയ്യുന്ന 2 റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവരികയുണ്ടായി. സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയത്തിന്റെ ആനുകാലിക തൊഴിൽ ശക്തി സർവേയാണ് അതിലൊന്ന്. കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക റിപ്പോർട്ടായി ഇതിനെ കണക്കാക്കാവുന്നതാണ്. സാമ്പിൾ സർവേ ഓഫീസാണ് വിവിധ മേഖലയിലുള്ള കണക്കുകൾ പ്രസിദ്ധീകരിക്കുന്ന സർക്കാരിന്റെ ഔദ്യോഗിക ഏജൻസിയെങ്കിലും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് രാജ്യത്തെ തൊഴിലില്ലായ്മ വലിയ തോതിൽ വർദ്ധിച്ചുവെന്ന റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ മോഡി സർക്കാരിന്റെ രോഷം നേരിടുകയും പിന്നീട് അവരുടെ കണക്കുകൾ പുറത്തുവരാത്ത സ്ഥിതി ഉണ്ടാവുകയും ചെയ്തു. ആ ഘട്ടത്തിൽ ചില SNO ഉന്നതർക്ക് സ്ഥാനം നഷ്ടമാവുകയും ചെയ്തിരുന്നു. പിന്നീട് അടുത്ത കാലത്താണ് ആനുകാലിക തൊഴിൽ ശക്തി സർവേ പ്രസിദ്ധീകരിക്കുന്ന സ്ഥിതി ഉണ്ടായത്. വാർഷികമായും ത്രൈമാസികമായും പ്രസിദ്ധീകരിച്ചു വന്നിരുന്ന PLFS റിപ്പോർട്ട് ഇപ്പോൾ പ്രതിമാസമാണ് പുറത്തുവിടുന്നത്. കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച മെയ് മാസ റിപ്പോർട്ടിൽ തൊഴിലില്ലായ്മ നിരക്കിൽ വർധനവുണ്ടായെന്നാണ് വ്യക്തമാക്കുന്നത്. സ്ത്രീകളുടെ തൊഴിലില്ലായ്മയിലും വർധനവുണ്ടായി. ഈ മാസം ആദ്യ ആഴ്ച രാജ്യത്തെ സ്ത്രീ ശാക്തീകരണത്തിൽ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൻ അവകാശവാദങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. അതിനിടെയാണ് സ്ത്രീകളുടെ തൊഴിലില്ലായ്മയിൽ വർധനവുണ്ടായെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നതെന്നത് അവകാശവാദങ്ങളുടെ പൊള്ളത്തരം തുറന്നു കാട്ടുന്നു. തൊഴിലുള്ളവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ വെളിപ്പെടുത്തുന്നത് തിങ്ക് 360 AA എന്ന സ്ഥാപനത്തിന്റെ റിപ്പോർട്ടിലാണ്. വിവരശാസ്ത്രവും നിർമ്മിത ബുദ്ധിയും സംയോജിപ്പിച്ച് കണക്കുകൾ തയ്യാറാക്കി ബാങ്കുകളെയും ധനകാര്യ സ്ഥാപനങ്ങളെയും വായ്പാ നയം രൂപീകരിക്കുന്നതിൽ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് തിങ്ക് 360. 20,000 വായ്പക്കാരെ ഒരു വർഷത്തിലധികം വിശകലനത്തിന് വിധേയമാക്കിയാണ് തിങ്ക് 360 AI പഠനം നടത്തിയത്. PLFS പ്രകാരം മെയ്യിലെ തൊഴിലില്ലായ്മ നിരക്ക് മുൻ മാസത്തെ 5.1% നിന്ന് 5.6 ഉയർന്നിരിക്കുകയാണ്. ഇത് എല്ലാ പ്രായക്കാരുടെയും ആകെ നിരക്കാണ്. അതേസമയം 15 മുതൽ 29 വരെ പ്രായപരിധിയിലുള്ളവരുടെ നിരക്ക് 13.8 നിന്ന് 15%. തൊഴിൽ ശക്തിയിലേക്ക് വരേണ്ട വലിയ വിഭാഗം പുറത്തു തന്നെ നിൽക്കുന്നു എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. നഗരപ്രദേശങ്ങളിൽ 17.2 നിന്ന് 17.9, ഗ്രാമീണ മേഖലയിൽ 12.3 നിന്നും 13.7% വീതമായി തൊഴിലില്ലായ്മ ഉയർന്നു. ഗ്രാമീണ കാർഷിക മേഖലയിൽ തൊഴിൽ ലഭ്യത 45.9 നിന്ന് 43.5% കുറയുകയും ചെയ്തു. 15 മുതൽ 29 വയസ്സ് വരെയുള്ള സ്ത്രീകളുടെ തൊഴിലില്ലായ്മ 14.4% മെയ്യിൽ 16.3%. നഗര ഗ്രാമീണ മേഖലകളിൽ സ്ത്രീ തൊഴിലില്ലായ്മ യഥാക്രമം 24.7, 13% വീതമായി ഉയർന്നു. ഏപ്രിലിൽ ഇത് യഥാക്രമം 23.7, 10.7% എല്ലാ മേഖലകളിലും തൊഴിലില്ലായ്മ ഉയർന്നുവെന്നാണ് ഇതിലൂടെ സ്ഥാപിക്കപ്പെടുന്നത്. ഇതിനേക്കാൾ ആശങ്കകൾ ഉണ്ടാക്കുന്നതാണ് തിങ്ക് 360 AA പഠന റിപ്പോർട്ട്. പ്രതിമാസം 25,000 രൂപയിൽ താഴെ വരുമാനമുള്ള സ്ഥിരവേതനക്കാരും സ്വയം തൊഴിൽ ചെയ്യുന്നവരും സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നു. വായ്പകളുടെ തുല്യമായ പ്രതിമാസ ഗഡുക്കളിൽ ഒന്നെങ്കിലും അടയ്ക്കാൻ കഴിയാത്തവർ 76% എന്ന് റിപ്പോർട്ട് കണ്ടെത്തി. ഒരു EMI അടവെങ്കിലും മുടങ്ങിയ സ്വയം തൊഴിൽ ചെയ്യുന്നവരിൽ 64%-ത്തേക്കാൾ കൂടുതലാണിത്. രാജ്യത്തെ ചെറുപട്ടണങ്ങളിലും അർദ്ധനഗരങ്ങളിലും അനൗപചാരിക വായ്പാദാതാക്കളെ ആശ്രയിക്കുന്നത് കൂടുതലാണെന്നും റിപ്പോർട്ടിലുണ്ട്. രാജ്യം വൻ സാമ്പത്തിക ശക്തിയായി മുന്നേറുന്നുവെന്ന് കേന്ദ്ര സർക്കാരും നീതി ആയോഗ്, റിസർവ് ബാങ്ക് പോലുള്ള സ്ഥാപനങ്ങളും അവകാശപ്പെടുമ്പോഴാണ് ആ വളർച്ചയിൽ നിർണായകമാകേണ്ട സമൂഹത്തിലെ വലിയ വിഭാഗത്തിന്റെ ദുരവസ്ഥ ഈ റിപ്പോർട്ടുകളിലൂടെ വെളിപ്പെടുന്നത്. അവിടെ രാജ്യം നേടിയെന്ന് അവകാശപ്പെടുന്ന സാമ്പത്തിക മുന്നേറ്റം ഏത് മാനദണ്ഡ പ്രകാരമാണെന്ന ചോദ്യം ഉയർന്നു. ജനസംഖ്യയിലെ ഭൂരിപക്ഷം എല്ലാ നേട്ടങ്ങൾക്കും പുറത്താണെന്ന് സംശയലേശമെന്നെ തെളിയുകയും ചെയ്യുന്നു. അനൗപചാരിക വായ്പാദാതാക്കളെ ആശ്രയിക്കുന്നവരുടെ എണ്ണം ഗ്രാമനഗരങ്ങളിൽ വർദ്ധിക്കുന്നുവെന്നതും നമ്മുടെ സാമ്പത്തിക അരക്ഷിതാവസ്ഥയുടെ പ്രതിഫലനമാണ്. പൊതു സ്വകാര്യ ബാങ്കുകൾ വായ്പ അനുവദിക്കുന്നതിൽ സാധാരണ ജനങ്ങളെ അവഗണിക്കുന്നുവെന്നതും നടപടിക്രമങ്ങൾ സങ്കീർണമാക്കിയും തിരിച്ചടവ് ഘട്ടത്തിൽ ക്രൂര സമീപനങ്ങൾ സ്വീകരിച്ചും അപ്രാപ്യമാക്കുന്നുവെന്നും ഇതിലൂടെ വ്യക്തമാണ്. കോർപ്പറേറ്റുകളുടെയും അതിസമ്പന്നരുടെയും വായ്പകൾ എഴുതിത്തള്ളുമ്പോൾ തന്നെയാണ് സാധാരണക്കാർക്ക് ഈ ഗതി ഉണ്ടാകുന്നതെന്ന വൈരുദ്ധ്യവും കാണേണ്ടതുണ്ട്. അങ്ങനെ നരേന്ദ്രമോദി സർക്കാരിന്റെ അവകാശവാദങ്ങളെ തകർത്തെറിയുന്ന ഉദാഹരണങ്ങളായി 2 റിപ്പോർട്ടുകളും മാറുകയാണ്.